순수하고 이렇게 ഒടുവിൽ കിങ്കി ഡുക്ക് പിടിതന്നിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിലോ അത്താഴ വിരുന്നുകളിലോ ടെലിവിഷൻ അഭിമുഖങ്ങളിലോ പങ്കെടുക്കാതെ ഒഴിഞ്ഞു നടക്കുകയായിരുന്നു ഡുക്ക്. ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന നിബന്ധനയിൽ ക്യാമറയ്ക്ക് മുന്നിലിരിക്കാമെന്ന സമ്മതം. ഇന്ത്യയിലേക്കുള്ള ആദ്യ യാത്രയുടെ സന്തോഷത്തിനൊപ്പം ആരാധകർ ഏറെയുള്ള കേരളത്തിലേക്ക് വരാനുള്ള ആഗ്രഹം ഇന്ത്യ വിഷനോട്. 예, 굉장히 좋은 것 같아요. 예, 그러니까 특히 물론 고아 영화제를 왔지만 영화제도 중요하고 그렇지만 일단은 뭄바이부터 고아까지 오는데 이 사람들의 모습에서 ഈ സംഭാഷണത്തിന് ശേഷം നടത്തിയ ഔദ്യോഗിക വാർത്താ സമ്മേളനത്തിൽ ഡുക്കിന്റെ അരിറാങ്ങിലെ കൊറിയൻ ഗാനം ഏകാന്തതയെ സ്വയം വരിച്ച സിനിമയെടുക്കാതെ മാറി നിന്ന 3 വർഷത്തെ ഓർമ്മയിലാണ് ഈ വിഷാദ ഈണം. 아리랑 아리랑 아라리요 아리랑 고개로 넘어간다. 1998 ഡ്രീംസ് ചിത്രീകരണത്തിനൊടുവിൽ കൂട്ടുകാരി കൂടിയായ നായിക ആത്മഹത്യയിൽ ജീവിതം പരിഹരിക്കാൻ ശ്രമിച്ചതിന്റെ നടുക്കത്തിലായിരുന്നു ഡുക്കിന്റെ ഏകാന്ത തടവ്. ആ കാലയളവ് സ്വയം ചിത്രീകരിച്ചാണ് അരിരാങ് എന്ന ഡോക്യുമെന്ററിയാക്കിയത്. വിചിത്ര സത്യങ്ങളെ മായികതയിൽ വരഞ്ഞിട്ട കൊറിയൻ വസന്തമുഖത്തിന് സിനിമയും ജീവിതവും രണ്ടല്ലെന്നതിന്റെ സാക്ഷ്യം. ദൃശ്യവിന്യാസത്തിലും സന്നിവേശത്തിലും കാവ്യാത്മക സൌന്ദര്യം വരഞ്ഞിട്ട പിയാത്തിയാണ് കിമ്മിന്റെ ഗോവയിലുള്ള പുതിയ ചിത്രം. കിമ്മിനെ കേരളത്തിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചത് ആരാധകനായതുകൊണ്ട് കൂടിയാണെന്ന് ഷാജിയൻ കരുൺ പറയുന്നു. അദ്ദേഹത്തിന്റെ പടം എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ മാത്രമല്ല ലോകം മൊത്തം ഇൻസ്പയർ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഐ വാസ് ഷെയറിംഗ് വിത്ത് the kind of imageries which as a cinematographer, as a filmmaker, which influenced me. പനാജിയിലെ രാജ്യാന്തര ചലച്ചിത്രോത്സവ വേദിയിൽ നിന്നും ക്യാമറമാൻ ഹരീഷ് ബാബുവിനോടൊപ്പം മനീഷ് നാരായണൻ, ഇന്ത്യ വിഷൻ.